ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ശരണ്യ. അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് അടുത്ത ജൂലൈ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് പേര് തയ്യാറെടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, എങ്ങനെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഏത് ലെവലിൽ തുടങ്ങണം, 10ാം ക്ലാസ് ലെവലാണോ, +2 ലെവലിൽ നിന്നാണോ തുടങ്ങേണ്ടത്, ഡിഗ്രി ആണോ, PG ആണോ, അങ്ങനെ പല സംശയങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ സംശയമുള്ളവര് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം നമ്മുടെ സെറ്റ് എക്സാമിന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ സിലബസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സെറ്റ് എക്സാമിന് ജനറൽ പേപ്പർ ഉണ്ട് 120 മാർക്കിന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സബ്ജക്റ്റിന്റെ പേപ്പർ ഉണ്ട്. ഓക്കെ, മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാം 120, മാത്സ് 80 മാർക്കിന് ഏത് വരും? സബ്ജക്റ്റിന്റെ പേപ്പറും വരുന്നുണ്ട്. അങ്ങനെ 2 പേപ്പറാണ് ഉള്ളത്. അപ്പൊ ആ 2 പേപ്പറിന്റെയും സിലബസ് ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, സിലബസിൽ നമുക്കറിയാം ഇപ്പൊ ജനറൽ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ 6 യൂണിറ്റ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ 6 യൂണിറ്റിലും യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4ഉം 5ഉം 6ഉം നമ്മുടെ ഏതിന്റെ ബേസിൽ? നമ്മുടെ BEdന്റെ ബേസിലുള്ളതാണ്. 1ഉം 2ഉം 3ഉം നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പൊ നമ്മള് സെറ്റ് എക്സാമിന് അല്ലെങ്കിൽ ഏതൊരു എക്സാം ആയിക്കോട്ടെ, ഈ സെറ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അവിടെ നമുക്ക് ഓൾറെഡി അവിടെ കട്ട് ഓഫ് അവിടെ പ്രീ ഡിറ്റർമൈൻ ആയിട്ട് അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ആ കട്ട് ഓഫിന് മുകളിലേക്ക് നമുക്ക് എത്തിയാൽ മതി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? അവിടെ നമ്മള് സിലബസ് അവിടെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ജനറൽ പേപ്പറും സബ്ജക്റ്റും, ഓക്കെ, ജനറലും സബ്ജക്റ്റും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റിന് യൂണിറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. ജനറൽ പേപ്പർ എല്ലാവർക്കും കോമൺ ആണ്. ജനറൽ പേപ്പർ യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 6 വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആ യൂണിറ്റ് 1ൽ എന്തൊക്കെ പഠിക്കാറുണ്ട്, അത് ഏത് ലെവലിലുള്ള കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഓരോ യൂണിറ്റും നമ്മുടെ സിലബസ് അനാലിസിന്റെ ഒരു വീഡിയോ വേറെ ഉണ്ട്. അപ്പൊ അതെല്ലാവരും കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിലും ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓരോ യൂണിറ്റ് വൈസ് അത് ഏത് ലെവലിലാണ്. ഓക്കെ, +2, ഡിഗ്രി, PG ലെവൽ, അതിൽ ഏത് ലെവലാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം സിലബസ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ അടുത്ത ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, സിലബസ് നോക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആ സിലബസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്. നിങ്ങളുടെ സബ്ജക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിൽ നിന്നും, ഓക്കെ, യൂണിറ്റ് വൈസ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് കിടക്കുന്നത്. ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും? നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ടൈം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിലും അത് ഏത് ഏരിയ ആണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രിപ്പറേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി എങ്ങനെ വേണം നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മൾ സിലബസ് അനലൈസ് ചെയ്തു, നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു. അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മളെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുക? സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അല്ലെ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഈ യൂണിറ്റ് പഠിക്കുന്നു, ആ യൂണിറ്റ് പഠിക്കുന്നു, അങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ നമ്മുടെ പഠനം സിസ്റ്റമാറ്റിക് ആവുന്നില്ല അല്ലെ. നമുക്കൊരു കട്ട് ഓഫ് 48 ആണ് അല്ലെ. സബ്ജക്ട് ജനറൽ കാറ്റഗറി ആണെങ്കിലാണ് 48 പറയുന്നത്. റിസർവേഷൻ അനുസരിച്ച് 42, അങ്ങനെ എന്ത് വരും? കട്ട് ഓഫിൽ മാറ്റം വരും. ആ 48 നേടി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അവിടെ പാസ്സാവാൻ പറ്റുമോ? ഇല്ല. ജനറലാണെങ്കിൽ അഗ്രിഗേറ്റ് എത്ര വേണം? രണ്ടിനും കൂടി 116 മാർക്ക് നമുക്ക് അഗ്രിഗേറ്റ് വേണം അല്ലെ. അപ്പൊ ജസ്റ്റ് 48 ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സെറ്റ് കിട്ടണം എന്നില്ല. നമ്മൾ ഏകദേശം ഒരു 60 മാർക്കിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ സേഫ് ആയി. കാരണം രണ്ടിലും ഒരു 60 മാർക്ക് ആണെങ്കിൽ നമുക്ക് 120 മാർക്കിനടുത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അഗ്രിഗേറ്റ് മാർക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങളെ സ്ട്രാറ്റജി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഈ ഒരു മാർക്ക് 116 എന്നുള്ള മാർക്ക് ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠിക്കാൻ വേണ്ടിയിട്ട്. സെപ്പറേറ്റ് കട്ട് ഓഫ് 48ഉം പിന്നെ ഏതാണ്? അഗ്രിഗേറ്റ് ആയിട്ട് 116 മാർക്കും. അത് മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി അപ്പൊ നമ്മൾ സിലബസ് നന്നായിട്ട് അനലൈസ് ചെയ്യുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? ടൈം ടേബിൾ അനുസരിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ. ഇനി നമ്മുടെ മുന്നിലൊരു 120 ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട് അല്ലെ. ഒരു 120 ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അത് കണ്ടുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്റ്റുഡൻസിന്, കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് നമ്മളിവിടെ 120 ഡേയ്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ടൈം ടേബിൾ, എങ്ങനെയാണ് സ്റ്റുഡൻസിന് ടൈം ടേബിൾ കൊടുക്കുന്നത് അതേ ഒരു ഫോർമാറ്റ് കാണിച്ചു തരാം. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഡേ 1ൽ നമ്മൾ ഇവിടുന്ന് പഠനം തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് വൈസ് പഠിച്ചു പോവാണ്. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ യൂണിറ്റ് 1 എന്ന് പറഞ്ഞാൽ അവിടെ GK പോർഷൻസ് ആണ് വരുന്നത്.
ഓക്കെ, യൂണിറ്റ് 1 അവിടെ GK പോർഷൻ, അതായത് നമുക്ക് അവിടെ ജനറൽ സയൻസ് പഠിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ ഏതാണ് മാത്സ് പഠിക്കാറുണ്ട്, എക്കണോമിക്സ്, ഹിസ്റ്ററി, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ GK എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ PSC എക്സാമിനൊക്കെ. ആ ഒരു 10th ലെവലിൽ ഉള്ള ചോദ്യങ്ങളാണ് എവിടെ വരുന്നത്, ഈ യൂണിറ്റ് 1 വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് 1 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫിസിക്സ്, എക്കണോമിക്സ്, പിന്നെ ലിറ്ററേച്ചർ, നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു ഓരോ മൊഡ്യൂളിനെയും ബേസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഫിസിക്സിൽ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് ബേസിക് ആയിട്ട് അതാണ് നമ്മൾ ഫിസിക്സിൽ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നത്. അത് ചിലപ്പം നമ്മുടെ ഹിസ്റ്ററി പഠിച്ചവർക്കും കൊമേഴ്സ് പഠിച്ചവർക്കൊക്കെ എന്തായിരിക്കും, ഈ ഒരു യൂണിറ്റ് ഫിസിക്സിൽ ആ ഒരു പാർട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യും, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നു. പിന്നെ ഏതാണ് എക്കണോമിക്സിൽ നീതി ആയോഗ് എന്ന് പറഞ്ഞ ടോപ്പിക്, ലിറ്ററേച്ചറിൽ ക്ലാസിക് ആൻഡ് മാസ്റ്റർ പീസസ് ഓഫ് വേൾഡ്, അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നു. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഡേ 2 പഠിക്കുന്നു, ഡേ 3 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ഡേ 7 എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, നമുക്ക് റിവിഷൻ ആണ് അത്യാവശ്യം, അല്ലെ? നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതല്ല, പഠിച്ച കാര്യങ്ങൾ നമുക്കത് റിവൈസ് ചെയ്തിട്ട് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്, അല്ലെ? അപ്പൊ ഒരു 1 വീക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ റിവിഷൻ എക്സാം കൊടുക്കും. ഓക്കെ, 1 വീക്ക് കഴിഞ്ഞാൽ റിവിഷൻ കണ്ടക്ട് ചെയ്യും. അതിനുശേഷം ആ ഒരു ഡേയിൽ 1 വീക്കിൽ പഠിച്ച അതോടൊപ്പം തന്നെ എന്തുണ്ടാവും, റിവിഷൻ എക്സാമും ഉണ്ടായിരിക്കും. ഓക്കെ, റിവിഷൻ എക്സാമും ഉണ്ടായിരിക്കും. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ റിവിഷനുള്ള പ്രാധാന്യം എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു എക്സാമിന് അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷന് നിങ്ങൾ അവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു 7 days കഴിഞ്ഞാൽ 14 day കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും, റിവിഷനും വരും, അതോടൊപ്പം തന്നെ എന്ത് വരും, എക്സാമും വരും. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഏതൊരു എക്സാമിനും നിങ്ങൾ ആ രീതിയിൽ വേണം പഠിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ പഠിച്ചു പോകും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ യൂണിറ്റ് 1 റിവിഷൻ നമ്മൾ കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യാണ്, നമ്മൾ യൂണിറ്റ് 2 കടക്കുകയാണ്. യൂണിറ്റ് 2 നിങ്ങൾക്ക് അറിയാം എന്താണ് അതിൽ വരുന്നത്, ഇംഗ്ലീഷിന്റെ പാർട്ട് വരുന്നുണ്ട് അല്ലെ? ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 2 വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് വരും, മാത്സ്, റീസണിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യൂണിറ്റ് 2 വരുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ യൂണിറ്റിനും അതിൻ്റെതായ പ്രാധാന്യവും അതോടൊപ്പം തന്നെ കൃത്യമായ റിവിഷനിൽ കൂടെയും വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അടുത്തൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു പോകാൻ. ഈ സെറ്റ് എക്സാം മാത്രമല്ല, നിങ്ങൾ ഏത് എക്സാം ആണോ പ്രിപ്പയർ ചെയ്യുന്നത്, ഇതുപോലുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം, കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ അവിടെ വേണം, പ്ലാനിങ് അവിടെ വേണം, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ റിവിഷനും കൂടെ പ്രാധാന്യം കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ 120 daysന്റെ എന്താണ് ടൈം ടേബിൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. സെറ്റ് അസ്ത്ര 3.0 പുതിയ ബാച്ച് ആണ്. അതിൽ അഡ്മിഷൻ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ പോവാണ്. 120 days ടൈം ടേബിൾ വെച്ചിട്ട് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ജനറൽ പേപ്പർ മാത്രമാണ് ബുദ്ധിമുട്ട്, സബ്ജക്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളവർക്ക് ജനറൽ പേപ്പറിന് മാത്രമായിട്ടുള്ള ബാച്ച് ഉണ്ട്. അതല്ല, നമ്മുടെ സബ്ജക്ട് വൈസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബാച്ചസ് പ്രൊവൈഡ് ചെയ്യും. ഇംഗ്ലീഷിനും ഹിന്ദി, മലയാളം, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബോട്ടണി, സുവോളജി, കൊമേഴ്സ്, എക്കണോമിക്സും ഹിസ്റ്ററിയും, ഇത്രയും സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എല്ലാ സബ്ജക്റ്റും, ഏത് ജനറൽ പേപ്പർ ആയിക്കോട്ടെ സബ്ജക്ട് പേപ്പർ ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെയാണ് ഈ രീതിയിൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു സെറ്റ് എക്സാം, അടുത്തൊരു സെറ്റ് എക്സാം നേടിക്കഴിഞ്ഞാൽ നമുക്ക് HSST എക്സാമുകളൊക്കെ വരാൻ പോവാണ് അല്ലെ? അപ്പൊ അതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് എല്ലാവരുടെയും പഠനം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. Thank you.